ഇന്ന് നമ്മുടെ ഈ ഒരു ടാങ്കിലെ വെള്ളം പറ്റിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് നമ്മുടെ വാഹ എന്ത് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവനെ ഇറക്കി വിട്ടതിന് നല്ലതായിട്ട് നീന്തി നടക്കുകയോ ഏറെടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 3-4 ദിവസമായി അവനെ ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മളെന്തായാലും നമ്മുടെ സൈഫൺ പമ്പ് ഇട്ടിട്ട് നമ്മുടെ വെള്ളം പറ്റിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവനെ കാണാത്തത് കൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ഇവിടെ കിടന്ന വാഹ അവനെ അറ്റാക്ക് ചെയ്തിട്ട് അവനെന്തെങ്കിലും ഡാമേജ് പറ്റി വയ്യാതെ കിടക്കുകയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വെള്ളം പറ്റിച്ച് നോക്കാൻ പോകുന്നത്. നമ്മുടെ ടാങ്കിലെ വെള്ളം ആൽഗെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇവർ മേളി വന്നാൽ മാത്രമേ നമുക്ക് ഇവരെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വാഹ പഴയ പോലെ ആക്റ്റീവായിട്ട് നടക്കുകയും മേളി വന്ന് ഫീഡ് എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. മറ്റേ മീനെ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ സൈഫൺ പമ്പ് വെച്ച് പറ്റിക്കാവുന്നതിന്റെ അത്ര മാക്സിമം വെള്ളം പറ്റിച്ചെടുത്തപ്പോൾ നമ്മുടെ വാഹ ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട സമയത്ത് ഇവന്റെ ദേഹത്ത് ഒട്ടും ബ്ലൂ കളർ ഇല്ലായിരുന്നു. ഒരാഴ്ച ഇവൻ ഇവിടെ കിടന്നപ്പോൾ തന്നെ ഇവന്റെ ദേഹത്ത് നല്ല ബ്ലൂ കളർ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബാക്കി വെള്ളം കൂടെ പറ്റിച്ചിട്ട് ഇവനെ നമുക്ക് നല്ലതായിട്ടൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ടാങ്കിലെ ബാക്കി വെള്ളം കൂടെ പറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ വാഹയുടെ കളർ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇവന്റെ ഫിൻസ് എല്ലാം നല്ല ബ്ലൂ കളർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടാങ്കിൽ ആൽഗെ വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തോണ്ടാണെന്ന് അറിയത്തില്ല, ഇവർ ഇതുവരെ ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ പുതിയ വാഹ ടോട്ടലി ഹെൽത്തിയാണ്. പക്ഷെ മനുഷ്യരുടെ അനക്കവും സംസാരമൊക്കെ കേട്ടിട്ടായിരിക്കും ഇവൻ ഇതുവരെ വന്ന് നമ്മുടെ അടുത്തൊന്നും ഫീഡൊന്നും എടുത്തിട്ടില്ല. ഇനി എന്തായാലും നമ്മുടെ ടാങ്കിലൊക്കെ നമുക്ക് പുതിയ വെള്ളം നിറച്ചു കൊടുക്കാം. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നമുക്ക് ഇവരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ടാങ്ക് പഴയ പോലെ ആൽഗെ വാട്ടർ ആവും. ആൽഗെ വാട്ടർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ലൈഫ് ഫിഷിനെ ഇറക്കി വിട്ട് നമ്മുടെ പുതിയ മീൻ ഫീഡ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കൂടെ എടുക്കാം കേട്ടോ. നമ്മുടെ പുതിയ മീൻ ഇതുവരെ മനുഷ്യരുമായിട്ട് ഇണങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ഫീഡ് എടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.